ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോട്ടറോള വൺ ഹൈപ്പർ എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ നമുക്ക് നോച്ചോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല, കാരണം നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. താഴത്തൊക്കെ നമുക്ക് ചെറിയ ബെസൽസൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 675 ഒക്ടാകോർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4GB റാം ആൻഡ് 120GB ഇൻ്റർണൽ സ്റ്റോറേജ് വേരിയൻ്റാണ് ലഭിക്കുന്നത്. ക്യാമറയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിലൊരു ഡുവൽ ക്യാമറയാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ കാണാം. നമ്മുടെ സാംസങ് GW1 സെൻസറാണ് വരുന്നത്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാവൈഡ് ലെൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ LED ഫ്ലാഷും ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് റിയർ സൈഡിൽ കാണാം. സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാപിക്സലാണ് വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഒപ്പം വളരെ മികച്ചൊരു 45 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. എങ്കിലും നമുക്ക് 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മോട്ടറോള വൺ ഹൈപ്പർ എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫ്രഷ് ഓർക്കിഡ്, ഡീപ് സീ ബ്ലൂ, ഡാർക്ക് ആംബർ എന്നീ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് February 7th ആണ്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 28,700 രൂപയാണ് ബേസ് വേരിയൻറ്റിന്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മോട്ടറോള വൺ ഹൈപ്പർ എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒപ്പം പോപ്പപ്പ് സെൽഫി ക്യാമറയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ റിയർ സൈഡിൽ നമുക്ക് ഡുവൽ ക്യാമറയാണെന്നുണ്ടെങ്കിലും മെയിൻ സെൻസർ 64 മെഗാപിക്സലിൻ്റെയാണ് വരുന്നത്. ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിലും മികച്ചൊരു ബാറ്ററിയാണ്. ഒപ്പം വളരെ മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം വളരെ മികച്ചൊരു ഡിസൈനോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.